നാലാം ഘട്ട പോളിംഗ് ഇപ്പോൾ അവസാനിച്ചതോടുകൂടി ബംഗാളിൽ തൃണമൂൽ കുറച്ച് പിന്നോക്കം പോയി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ തൃണമൂലിനുള്ളിൽ തന്നെ എന്തൊക്കെയോ ആഭ്യന്തര പ്രശ്നങ്ങളുടെ ചില സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തൃണമൂൽ പിളരുമെന്ന് വരെ പറയുന്നു. എന്തെങ്കിലും വാസ്തവമുണ്ടോ? ചില വാസ്തവം ഇല്ലാതില്ല അതിനകത്ത്. കാരണം രണ്ടാം ഘട്ടം കഴിഞ്ഞ സന്ദർഭത്തിൽ തന്നെ മമതാ ബാനർജി, മുഖ്യമന്ത്രി മമതാ ബാനർജി ഈ ആകെ കാലിളകിയ പോലെയാണ് പ്രവർത്തിക്കുന്നത്. അവരുടെ ഷുവർ സീറ്റിൽ പലതും നിന്ന് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരം അവരെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമാണ്. അവർ വിചാരിച്ച ഒരു നമ്പറിലേക്ക് TMCയുടെ നില ലോക്സഭയിൽ എത്തിക്കാൻ പറ്റില്ല. അത് ഉറപ്പായി കഴിഞ്ഞു അവർക്ക്. അത് നാലാം ഘട്ടം കൂടെ കഴിഞ്ഞപ്പോൾ അത് കൂടുതൽ രൂക്ഷമായിരിക്കുന്നു. ശത്രുഘ്നൻ സിൻഹ മത്സരിക്കുന്ന അസൻഷോൾ എന്ന സീറ്റിലെ പോലും വിജയം അസാധ്യമായി തീരും എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റായിട്ട് മമതാ ബാനർജിക്ക് കിട്ടിയ വിവരം. അതൊരു ഷോക്കിംഗ് ആയിരിക്കുമല്ലോ. അവർ വേറെ എവിടെ തോറ്റാലും ആ സീറ്റ് കിട്ടും. കാരണം അത് 2022 ഒരു ബൈ ഇലക്ഷനിലാണ് ശത്രുഘ്നൻ സിൻഹ അവിടെ ജയിച്ചത്. അപ്പോൾ ഒരു സിനിമാ താരമായിരുന്ന ആളെ കാലുമാറി വന്ന ആളാണ് ഇറക്കിയിട്ടും അവിടെ രക്ഷയില്ല എന്ന് വന്നാൽ മറ്റ് സീറ്റുകളുടെ നില അതിലും വഷളാണ്. അപ്പോൾ മൊത്തത്തിൽ മമതയ്ക്ക് വലിയ തിരിച്ചടിയാണ് ബംഗാളിൻ്റെ സൗത്ത് ബംഗാളിൽ നിന്നും റൂറൽ ബംഗാളിൽ നിന്നും ഒക്കെ ഇപ്പോൾ നേരിടുന്നത്. അത് ഈ പരാജയ ഭീതി പൂണ്ടാണ് അവർ ഗവർണറുടെ ഓഫീസിനെ ചുറ്റിപ്പറ്റി ചില കഥകളൊക്കെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചു. ഗവർണർ വളരെ ബോൾഡായിട്ട് CV ആനന്ദബോസ് ഗവർണർ വളരെ ബോൾഡായിട്ടാണ് ഇതിനെ ഫേസ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിൽ പിന്നെയും ആരോപണങ്ങളൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവരാൻ തൃണമൂൽ ഡൽഹിയിലും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം എല്ലാം തികച്ചും രാഷ്ട്രീയമാണ്. തൃണമൂൽ കോൺഗ്രസിൻ്റെ ബംഗാളിലെ നില അതീവ ഗുരുതരമായി കൊണ്ടിരിക്കുന്നു എന്ന് മമതാ ബാനർജി വ്യക്തമായി. അപ്പോൾ മമതാ ബാനർജിയുടെ TMC എലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നെടുകെ പിളരാനുള്ള സാധ്യത പോലുമുണ്ട്. കാരണം MLA-മാരിൽ ഒരു വലിയ നമ്പർ ഒരു കൂട്ടം ആളുകൾ തൃണമൂലിൻ്റെ ഔദ്യോഗിക വക്താവായ ഇപ്പോൾ മമതയുമായി നേർക്കുനേർ പാർട്ടിക്കകത്ത് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന കുണാൽ ഘോഷ് നേരത്തെ TMCയുടെ രാജ്യസഭാ അംഗമായിരുന്നു. ഇപ്പോൾ ഈ പ്രാവശ്യം മത്സരിക്കാൻ ഒരു സീറ്റ് പോലും കൊടുത്തില്ല. അത് കുണാൽ ഘോഷ്. അതുപോലെ തന്നെ ഇവരുടെ ഒരു അനന്തരവനില്ലേ, ഒരു അഭിഷേകിനെ പുറത്താക്കി. അഭിഷേകിനെ നേരത്തെ തന്നെ മമതാ ബാനർജി പുറത്താക്കി. അവരുടെ നെവിയുമായി. അഭിഷേക് അസംതൃപ്തനായ അപ്പുറത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ കുണാൽ ഘോഷ് മമതയ്ക്കെതിരായാൽ അത് സാധാരണ ഉള്ള ഒരു പിണക്കമല്ല. അത് ഇവർക്ക് അയാളെ അനുനയിപ്പിക്കുവാനും പറ്റില്ല. കുണാൽ ഘോഷ് ഒരു ശക്തിയാണ്. അതായത് നേരത്തെ വക്താവായിരുന്നല്ലേ പാർട്ടിയുടെ വക്താവാണ്. പാർട്ടിയുടെ വക്താവ് ആണ്, ഇപ്പോഴും വക്താവാണ്. പക്ഷേ ആ സ്ഥാനത്ത് നിന്നും പോയിട്ടില്ല. പക്ഷേ അദ്ദേഹം ഈ ഗവർണർക്കെതിരായിട്ടുള്ള ഈ അപവാദ കേസിൽ ഗവർണറോടൊപ്പമാണ്. ആ നടപടിയെ അയാൾ അപലപിച്ചിട്ടുണ്ട്. തെറ്റായിപ്പോയി. അതെ. അപ്പോൾ കുണാൽ ഘോഷ് വഴി മമതയുടെ പാർട്ടി നെടുകെ പിളർന്നാൽ അത്ഭുതപ്പെടാനില്ല. അത് തിരഞ്ഞെടുപ്പ് റിസൾട്ടും കൂടെ വന്നതിന് ശേഷം ഒരുപക്ഷെ മമതാ ബാനർജിയുടെ ഗവൺമെൻറ് തന്നെ ബംഗാളിൽ ഇല്ലാതായി പോകാനുള്ള സാധ്യതയും ഉണ്ട്. അതായത് CPM-നെ എങ്ങനെ വിഘടിപ്പിച്ചു മമത ശക്തി ആർജിച്ചോ അതുപോലെ തന്നെ മമതയ്ക്ക് ഒരു പണി ഇരിക്കുന്നു. അപ്പോൾ അവിടെ പക്ഷേ ഈ മമതയുടെ പാർട്ടിയെ പിളർക്കുന്നതിൽ ഇപ്പോൾ CPM-ന് ഒരു റോളൊന്നും അവിടെ ഇല്ല. അങ്ങനെ റോള് വഹിക്കാവുന്ന ഒരു പൊസിഷനേ CPM-നില്ല. CPM-ഉം കോൺഗ്രസും തമ്മിലൊരു സഖ്യത്തിലാണ്, പേരിൻ്റെ ഒരു സഖ്യം. കോൺഗ്രസിനെങ്കിലും 2 സീറ്റ് കിട്ടിയാൽ ഭാഗ്യം അവിടെ. പക്ഷേ ഈ കോൺഗ്രസിൻ്റെ ഒരു പ്രചരണ പരിപാടി പങ്കെടുക്കാൻ രാഹുലോ പ്രിയങ്കയോ പോലും അവിടെ എത്തുന്നില്ല. കാരണം അത്രയും പ്രതീക്ഷ അവർ സ്വയം നാണം കെടണ്ടെന്ന് വിചാരിച്ച് പോകാത്തതാണ്. ഈ മമത കുറച്ച് ഒരു അഹങ്കാരിയായി എന്ന് പറയാൻ തെറ്റില്ലല്ലോ ഇപ്പം, അല്ലേ? അല്ല, മമത ഒരു ഫയർ ബ്രാൻഡാണ്. അവർ ബംഗാളിലേക്ക് ഒരു വലിയ ഒരു മലങ്കാറ്റ് പോലെയാണ് വന്നത്. അവിടെ വന്നിട്ട് അവർ കോൺഗ്രസിൽ നിന്ന് പിണങ്ങിപ്പോയിട്ട് അടിസ്ഥാന വർഗത്തിൻ്റെ കോൺഗ്രസ് ഉണ്ടാക്കി.
തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കിയവർ. ആ കോൺഗ്രസിനെ ഉപയോഗിച്ച് അവർ മാർക്സിസ്റ്റ് പാർട്ടിയുടെ തുടർഭരണം അവിടെ അവസാനിപ്പിച്ചു. ജ്യോതി ബാസു തൻ്റെ പിൻഗാമിയായ ബുദ്ധദേവന് കൊടുത്ത ഉപദേശം എന്തായിരുന്നു എന്നറിയാമോ? നിങ്ങൾ കോൺഗ്രസിനെ ഭയപ്പെടണ്ട, നിങ്ങൾ വേറെ ആരെയും ഭയപ്പെടണ്ട, പക്ഷേ ഈ സ്ത്രീയെ സൂക്ഷിച്ചു കൊള്ളണം പറഞ്ഞിരുന്നു. ഭയങ്കര മുന്നറിയിപ്പായിരുന്നു. എങ്ങനെ അത് സൂക്ഷിച്ചോ ഇല്ലയോ എന്ന് നമുക്ക് വ്യക്തമല്ല. പക്ഷേ ബുദ്ധദേവന് ജ്യോതി ബാസു അധികാരം കൈമാറിയതിനോടൊപ്പം കൊടുത്ത ഏറ്റവും വലിയ ഉപദേശമായിരുന്നു മമതയെക്കുറിച്ചുള്ള ഈ മുന്നറിയിപ്പ്. പക്ഷേ ബുദ്ധദേവ് അതെങ്ങനെ എടുത്തു എന്നറിയില്ല. ഏതായാലും നന്ദിഗ്രാമും സിന്ദൂറും ഉപയോഗിച്ച് അവർ ഭയങ്കരമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയെ അവിടെ നിലംപരിശാക്കുകയും അധികാരത്തിൽ വരികയും ചെയ്തു. ഇപ്പോൾ CPM അവിടെ 7% പോലും വോട്ടില്ലാത്തൊരു പാർട്ടിയാണ് ആയി മാറിയില്ലേ. ആ പാർട്ടിയാണ് തൃണമൂലാണ് ഇപ്പോൾ വലിയൊരു സ്പ്ലിറ്റിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് തൃണമൂൽ കുറച്ച് അക്രമ പ്രവർത്തനങ്ങളിലൂടെയൊക്കെയാണ് അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലെ CPM അടിച്ചമർത്തും എന്നൊക്കെ പറയുന്നുണ്ട്. CPM അവിടെ എന്താണോ കാണിച്ചുകൊണ്ടിരുന്നത് അതേ നാണയത്തിലാണ്. അപ്പോൾ ഇപ്പോൾ സന്ദേശ് കലിയിലൊക്കെ കണ്ട കൂട്ട ബലാത്സംഗം ആ സംഭവ സ്ഥലത്തൊക്കെ ഗവർണർ പോയതല്ലേ. സന്ദേശ് കാലിയിലെ അന്തേവാസികൾ അവിടുത്തെ മനുഷ്യരെ അവർക്ക് താമസിക്കാൻ സ്ഥലമില്ലെന്ന് പറഞ്ഞു രാജ്ഭവനിൽ വന്ന് താമസിച്ചോളാം പറഞ്ഞ് അങ്ങനെയൊക്കെയുള്ള സ്ഥിതി വിശേഷം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുണാൽ ഘോഷിൻ്റെ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ മമതയ്ക്കെതിരെ ഒരു കലാപം ഉയർത്തിയിരിക്കുകയാണ്. അത് വളരെ ഗൗരവത്തോടു കൂടി കണ്ടേ. കാരണം ഈ മമത എന്ന് പറയുന്നത് എന്തായാലും ബംഗാളിൽ ലോക്സഭയിലായാലും തങ്ങളുടെ പാർട്ടി ആധിപത്യം സ്ഥാപിക്കും, BJPക്ക് ഒരിക്കലും അവിടെ വേര് പിടിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ബോൾഡായിട്ട് നിലപാടെടുക്കുന്നു. മറ്റ് പാർട്ടിയിലുള്ള ആളുകളെ അവിടെ പ്രചരണത്തിന് വരുന്നതിൽ നിന്ന് പോലും തടയുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മമതയ്ക്ക് ഇങ്ങനെ ഇടയ്ക്കൂടെ ഒരു പണി വന്നു കയറുമെന്ന് സ്വപ്നത്തിൽ പോലെ ഒരു പ്രതീക്ഷയുണ്ടല്ലോ. അല്ല, അവരുടെ പോരാട്ടത്തിനിടയിൽ സ്വന്തം പാളയത്തിലെ പടയെ വേണ്ട പോലെ ശ്രദ്ധിച്ചോ എന്ന് സംശയമുണ്ട്. മാത്രമല്ല അസംതൃപ്തരായ ഒരുപാട് പേര് തൃണമൂലിനകത്ത് തന്നെ തല ഉയർത്തി വന്നു. അവരെ കരുത്തോടെ നിലനിർത്തുന്നതിൽ വലിയൊരു പങ്കുള്ള ആളാണ് കുണാൽ ഘോഷ്. രാജ്യസഭയിലെ നല്ല MP-മാരിൽ ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഈ പ്രാവശ്യം ലോക്സഭയിലേക്ക് ഒരു സീറ്റ് പോലും കൊടുത്തില്ല. പ്രതീക്ഷിച്ചിരുന്നതാണ്. അതിൽ അസംതൃപ്തനായിരുന്നു പുള്ളി. അപ്പം ഇപ്പോൾ കേവലം ഒരു വക്താവ്, പാർട്ടി വക്താവാണ്. പാർട്ടി വക്താവായാലും ഇവർ ഭരണവും കാര്യവുമായിട്ടൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നെങ്കിലും യഥാർത്ഥത്തിൽ ഈ പാർട്ടിയെ കൊണ്ടു നടക്കുന്ന 3-4 പേരിൽ ഒരാളാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം അറിയാലേ. MLA-മാരെയൊക്കെ ലോബി ചെയ്യാനും അവർ തൻ്റെ വശത്താക്കാനും ഒക്കെ അത് മിടുക്കനാണെന്നാണ് കേട്ടത്. അങ്ങനെ വരികയാണെങ്കിൽ ഈ ലോക്സഭാ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ തൃണമൂലൊരു പിളർപ്പുണ്ടാകുകയും ബംഗാൾ ഗവൺമെൻറ് തകരാൻ പോലും അതൊക്കെ ഇടയാക്കും. അപ്പോൾ ഈ സ്വന്തം സർക്കാരിൻ്റെ തകർച്ച ഉണ്ടാകുമെന്ന് കരുതിയാൽ ഒരു അനുനയത്തിന് ഈ പറയുന്ന മമത ചിലപ്പോൾ ശ്രമിക്കാതിരിക്കില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്താണെന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള ഒരു അവസരം കളയും. അത് കളയുന്നില്ല. അപ്പോൾ വേറൊരു തൃണമൂൽ പാർട്ടി കൂടി ഉണ്ടായിക്കൂടുന്നില്ല വെസ്റ്റ് ബംഗാളിൽ. അപ്പോൾ ഈ പറയുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന പോളിംഗ് കൂടുന്നു കുറയുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് തൃണമൂലിന് അനുകൂലമാണെന്ന് ഒരു കാരണവശാലും ഇപ്പം പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അല്ല, തൃണമൂലിന് അനുകൂലമല്ല, പ്രതികൂലമാണ് അവിടെ. ഇപ്പോൾ നിലവിലുള്ള 18 സീറ്റിൽ നിന്ന് BJP 36 പറയുന്നവർ വളരെ മേളിൽ പോകാൻ സാധ്യതയുണ്ട്. ഈ തൃണമൂലിലെ അന്തഃഛിദ്രം, പിന്നെ ഗവർണർ വിവാദം അവർ വിചാരിച്ചത് അവർക്ക് അനുകൂലമാക്കി തീർക്കാമെന്ന്, അത് തിരിച്ചടിയായി. അപ്പോൾ 4 ഫേസ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അത് തിരിച്ചടിയായി എന്ന് അവർ കണ്ടു. അപ്പോൾ അതിനകത്ത് തന്നെ അവരുടെ പാളയത്തിൽ തന്നെ പട തുടങ്ങി എന്നർത്ഥം. അപ്പോൾ ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് മമത കണ്ടാൽ എന്തായിരിക്കും അവർ ഉപയോഗിക്കുന്ന ഒരു വജ്രായുധം? മമതയുടെ ഒരു നേച്ചർ അനുസരിച്ച് അവരൊരു ഫൈറ്ററല്ലേ. അതെ, ആർക്കും അനുനയപ്പെട്ടു പോകുന്ന ഒരാളല്ല. കീഴടങ്ങൽ സ്വഭാവം അവർക്ക് ഒട്ടുമില്ല. പ്രത്യേകിച്ചും ചില സ്ത്രീകൾ, അവിവാഹിതകളായ സ്ത്രീകൾക്ക് ഒരു ഉശിരും വാശിയും കൂടും. അപ്പോൾ അത് രാഷ്ട്രീയത്തിലും കൂടെ ആയാലോ, അധികാരം കൂടെ കയ്യിലിരിക്കുന്ന ഒരാൾ. അപ്പോൾ നമ്മുടെ ജയലളിത, സൗത്ത് ഇന്ത്യയിൽ ജയലളിത ഒരു നല്ല ഉദാഹരണമായിരുന്നു. അപ്പം അതിനേക്കാളും ഒരു 3 ജയലളിതയായിരുന്നതാണ് ഒരു മമത. അപ്പോൾ ഇന്ന് അവരങ്ങനെ കുണാൽ ഘോഷിന് കീഴടങ്ങാനൊന്നും വഴിയില്ല. അപ്പോൾ അവർ പുറത്താക്കിയ അവരുടെ അനന്തരവൻ
അഭിഷേകും ഒരുപക്ഷെ ഈ ആളിൻ്റെ കൂടെ ചേരാം, കൂട്ടായ്മയിൽ പങ്കെടുക്കാം. അങ്ങനെയും സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെയുള്ള സൂചനകളൊന്നും തൽക്കാലം ഇല്ല. പക്ഷേ അത് ഭാവിയിൽ വരാവുന്ന ഒരു സാധ്യതയാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ബംഗാളിൽ എന്തോ ഒരു വലിയ സംഭവം ഉണ്ടാകുന്ന ഒരു പൊട്ടിപ്പുറപ്പെടലിൻ്റെ ഒരു ആരംഭം അല്ലേ? അതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബംഗാളിലെ ഭരണകക്ഷി സുഗമമായിട്ട് മുന്നോട്ട് പോകില്ല ഇലക്ഷന് ശേഷം. അത് അധികം വൈകാതെ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ, റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ തന്നെ തകർച്ചയിലേക്ക് വഴിതെളിയിക്കുന്ന ഒരു സ്പ്ലിറ്റിനുള്ള, നെടുകെ പിളരാനുള്ള സാധ്യതയാണ് ഉള്ളത്. എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ ഗർവവും അഹങ്കാരവും എല്ലാം തന്നെ ഇതുകൊണ്ട് അവസാനിക്കുമെന്നും പ്രതീക്ഷിക്കാമല്ലേ? അപ്പോൾ ബംഗാളിൽ ഒരു വലിയ മാറ്റം ഈ പറയുന്ന ജൂൺ 4-ന് ശേഷം ഉണ്ടായാൽ ഒട്ടും അത്ഭുതപ്പെടേണ്ട. തൃണമൂലിലുള്ള പിളർപ്പുണ്ടോ, ഈ വിഷയങ്ങളൊക്കെ നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം.